ജ്യോതിർലിംഗ ക്ഷേത്രങ്ങൾ ഹിന്ദുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ചിലതായി കണക്കാക്കപ്പെടുന്നു. ശിവപുരാണമനുസരിച്ച് 12 ജ്യോതിർലിംഗങ്ങൾ ഉള്ളതിനാൽ ഇന്ത്യയിലെ ഈ ഓരോ ക്ഷേത്രങ്ങളിലും ശിവനെ വ്യത്യസ്ത രൂപങ്ങളിൽ ആരാധിച്ചു പോരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്രയിലെ ഔന്ദ നാഗനാഥ ക്ഷേത്രം. യാദവ രാജവംശത്തിന്റെ കാലത്താണ് ഇന്നത്തെ ഔന്ദ നാഗനാഥ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത്. അതേസമയം ആദ്യത്തെ ക്ഷേത്രം മഹാഭാരത കാലത്തേതാണെന്ന് പറയപ്പെടുന്നു. പാണ്ഡവരിൽ മൂത്തവനായ യുധിഷ്ഠിരൻ കാരണം അവർ 14 വർഷത്തേക്ക് ഹസ്തിനപുരിയിൽ നിന്നും പുറത്താക്കിയപ്പോൾ നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പം ഔറംഗസീബ് കൊള്ളയടിക്കുന്നതിന് മുൻപ് ഈ ക്ഷേത്രം 7 നിലയുള്ളതായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഔറംഗസീബിന്റെ അധിനിവേശ കാലത്ത് ഈ ക്ഷേത്രം നശിപ്പിക്കപ്പെട്ടുവെങ്കിലും അഹില്യാബായ് ഹോൾക്കറാണ് ഇപ്പോൾ നിലകൊള്ളുന്ന ക്ഷേത്രം പുനർനിർമ്മിച്ചത്. 12 ജ്യോതിർലിംഗങ്ങളിൽ 8ാമത്തേതായ ഈ ക്ഷേത്രം രാജ്യത്തെ മനോഹരമായ വാസ്തുവിദ്യാ കേന്ദ്രങ്ങളിലൊന്നാണ്. ഈ ക്ഷേത്രത്തിൽ ഭജനകൾ സൃഷ്ടിക്കാൻ വർഷങ്ങളോളം ചെലവഴിച്ചതായി പറയപ്പെടുന്ന നാമദേവ്, വിശോഭകേജര, ജ്ഞാനേശ്വർ തുടങ്ങിയ വാർക്കാരി സന്യാസിമാരുമായും ഈ ക്ഷേത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ഔന്ദ നാഗനാഥ ക്ഷേത്രം ആകർഷണീയമായ ഐതിഹ്യങ്ങളുള്ള മനോഹരമായ വാസ്തുവിദ്യാ വിസ്മയം മാത്രമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമായും പറയപ്പെടുന്നു. അതിനാൽ തന്നെ ഇവിടെ ഭക്തർ ധാരാളമായി ഭഗവാനെ സന്ദർശിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും ശിവലിംഗത്തിന് അഭിമുഖമായാണ് നന്ദി പ്രതിമ കാണപ്പെടുന്നത് എങ്കിലും ഔന്ദ നാഗനാഥ ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് പുറകിലായാണ് നന്ദി പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ഈ ജ്യോതിർലിംഗ ക്ഷേത്രത്തിന്റെ തികച്ചും അത്ഭുതകരമായ ഒരു സവിശേഷതയാണിത്. ഇത്തരം ഒരു സവിശേഷതയുടെ പിന്നിലെ കാരണം ഇപ്പോഴും അജ്ഞാതമാണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. സിഖ് ഗുരുവായ ഗുരുനാനാക്ക് തന്റെ മതപര്യടനത്തിനിടെ ഔന്ദ നാഗനാഥ ക്ഷേത്രം സന്ദർശിച്ചതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം സന്യാസി നാമദേവന്റെ ജന്മസ്ഥലം സന്ദർശിച്ചതായും പറയപ്പെടുന്നു. മഹാരാഷ്ട്രയിലെ മനോഹരമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഔന്ദ നാഗനാഥ ക്ഷേത്രം. സങ്കീർണമായ കൊത്തുപണികളുള്ള ക്ഷേത്രമതിലുകൾ, ഹിന്ദു പുരാണ കഥകൾ ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ, ഒരു വലിയ ക്ഷേത്ര പരിസരം എന്നിവ ഓരോ സന്ദർശകനെയും വിസ്മയിപ്പിക്കുന്നു. ഹേമത് പന്തി വാസ്തുവിദ്യാ ശൈലിയിലാണ് ഔന്ദ നാഗനാഥ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ശിവന്റെ പ്രധാന ശ്രീകോവിൽ, പാർവതിയുടെ ശ്രീകോവിൽ, നന്ദിയുടെ പ്രതിഷ്ഠ എന്നിവ ഉൾപ്പെടെ നിരവധി ആരാധനാലയങ്ങളുള്ള ഒരു വലിയ സമുച്ചയമാണിത്. നാഗനാഥ ക്ഷേത്ര സമുച്ചയം 60,000 അടി ചതുരശ്ര അടി വിസ്തീർണതയിൽ ഉയർന്ന ഘടനകളും മനോഹരമായ കൊത്തുപണികളും ഉൾക്കൊള്ളുന്നു. സങ്കീർണമായ കൊത്തുപണികളുള്ള തൂണുകളും ചുവരുകളുമുള്ള വലിയ കല്ലുകൾ കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് സംഭാവന നൽകിയ നിരവധി രാജവംശങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ വാസ്തുവിദ്യയുടെ വ്യത്യസ്ത ശൈലികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഹേമത് പന്തി ശൈലിയിലുള്ള വാസ്തുവിദ്യയിലാണ് ക്ഷേത്രത്തിന്റെ അടിസ്ഥാനം എന്നതിനാൽ കറുത്ത കല്ലും ചുണ്ണാമ്പും കൂടുതലായി ഉപയോഗിച്ചിരിക്കുന്നു. നാഗനാഥന്റെ രൂപത്തിലുള്ള ശിവനാണ് നാഗനാഥ ക്ഷേത്രം സമർപ്പിച്ചിരിക്കുന്നത്. നാഗനാഥൻ എന്നതിന്റെ അർത്ഥം ശിവന്റെ കഴുത്തിൽ ചുറ്റിയിരിക്കുന്ന നാഗത്തിന്റെ അധിപൻ എന്നാണ്. ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്ന ഏതൊരാൾക്കും പാമ്പ് കടിയിൽ നിന്നും ശരീരത്തിലും മനസ്സിലുമുള്ള വിഷത്തിൽ നിന്നും മുക്തനാകാൻ കഴിയുമെന്നാണ് വിശ്വാസം. നാഗനാഥ ജ്യോതിർലിംഗത്തെ ധ്യാനിക്കുന്നതിലൂടെ ലൗകിക സുഖങ്ങളിൽ നിന്നും മായയിൽ നിന്നും മോചിതനാകാൻ കഴിയുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ശാന്തമായ ചുറ്റുപാടുകളും ശക്തമായ പുരാണ പ്രാധാന്യമുള്ള നാഗനാഥ ക്ഷേത്രം ആശ്വാസവും പ്രബുദ്ധതയും തേടുന്ന സന്ദർശകർക്ക് ആത്മീയവും വിസ്മയിപ്പിക്കുന്നതുമായ അനുഭവം പ്രദാനം ചെയ്യുന്നു. മഹാരാഷ്ട്രയിലെ ബീഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നാഗനാഥ ക്ഷേത്രം കാലത്തിന്റെ പരീക്ഷണമായി നിലകൊള്ളുന്ന ഒരു പുരാതന അത്ഭുതമാണ്. 7ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതായി വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രം ആ കാലഘട്ടത്തിലെ വാസ്തുവിദ്യാ വൈഭവത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു. ഹിന്ദു പുരാണങ്ങൾ അനുസരിച്ച് ശിവൻ തന്റെ ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നതിനായി നാഗരൂപത്തിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ ഐതിഹ്യം ക്ഷേത്രത്തിന്റെ ആത്മീയ പ്രഭാവലയം വർദ്ധിപ്പിക്കുകയും എണ്ണമറ്റ സന്ദർശകരെ ആകർഷിക്കുകയും ചെയ്യുന്നു. നാഗനാഥ ക്ഷേത്രത്തിന് നിഗൂഢതകൾ നിറഞ്ഞ നിരവധി ഭൂഗർഭ ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഈ മറഞ്ഞിരിക്കുന്ന അറകളിൽ പുരാതന ഗ്രന്ഥങ്ങളും പുരാവസ്തുക്കളും ഉണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു. നിങ്ങൾ ഒരു ചരിത്രപ്രേമിയോ ആത്മീയ അന്വേഷകനോ അല്ലെങ്കിൽ പുതിയ ലക്ഷ്യസ്ഥാനങ്ങൾ പരിവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളോ ആകട്ടെ, നാഗനാഥ ക്ഷേത്രം സന്ദർശിക്കുന്നത് നിങ്ങൾക്ക് വിസ്മയവും പ്രബുദ്ധതയും നൽകും.